വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയും ലെവിൻ കെ വിജയനുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. ആദ്യം പ്രസാദിലേക്കാണ്. പ്രസാദ്, ഒരു നാട് മുഴുവൻ അതിൻ്റെ ഭയത്തെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഒരാൾ ഒരു പൊതുശല്യമായി മാറുന്നത് എങ്ങനെയാണ് എന്നതിന് ഉദാഹരണമായി മാറുകയാണ് ചെന്താമരാക്ഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. അയാൾക്കെതിരെ ജനങ്ങൾക്കെല്ലാം ഒരൊറ്റ വികാരം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്രയും കാലമായിട്ടും അയാൾ അവിടെ ഇത്തരത്തിലൊരു വിഹാരം തന്നെ നടത്തുകയായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ട് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ആ വിശപ്പ് സഹിക്കാൻ കഴിയാതെ അയാൾ പുറത്തേക്ക് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുന്നതിനെക്കുറിച്ചുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ നിയോഗിക്കപ്പെട്ടേനെ, അല്ലേ? തീർച്ചയായും ലാൽകൃഷ്ണ, കാരണം ഒന്നാമത് അയാളെ പേടിച്ചുകൊണ്ട്, ചെന്താമരയെ പേടിച്ചുകൊണ്ടാണ് ആ പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ കഴിഞ്ഞിരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ആ നാടിൻ്റെ ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചിട്ടുള്ള പുഷ്പയാണെങ്കിലും അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട സുധാകരൻ്റെ മക്കളാണെങ്കിലും ആ മകൾ അഖില, ഇയാൾ ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് പോകാതെ അമ്മ വീട്ടിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഒരു കൊലയാളിയെ ഭയന്നുകൊണ്ട് ഒരാൾക്ക് സ്വന്തം വീട്ടിൽ പോലും പോകാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അയാൾ എത്രത്തോളം ഈ ഇത്തരത്തിലുള്ള ക്രൂരത ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നലെ അയാൾ പിടിച്ചതിന് ശേഷം നമ്മൾ കണ്ടതാണ് ആ ലോക്കപ്പിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ഒരു കൂസലും ഇല്ലാതെയാണ് പോലീസിന് മൊഴി നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലുള്ള പശ്ചാത്താപവും അയാൾക്കുണ്ടായിട്ടുള്ള കുറ്റബോധവും ഉണ്ടായിട്ടില്ല. ഇനിയും ആളുകളെ കൊല്ലണം എന്ന് തന്നെയാണ് അയാൾ പറയുന്നത്. 5 പേരെ കൊല്ലണം എന്നുള്ളതാണ്. അയാളുടെ ഭാര്യയും മകളെയും ഉൾപ്പെടെ ഇയാൾ കൊല്ലുമെന്ന് പറയുന്നു. അതോടൊപ്പം വളരെ ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമായി തന്നെയാണ് ഇതിനെ പോലീസ് കാണുന്നത്. കാരണം ഈ കൊല്ലാൻ ഉപയോഗിച്ചിട്ടുള്ള കൊടുവാൾ അയാൾ വാങ്ങിയിരിക്കുന്നത് എലവഞ്ചേരിയിൽ നിന്നാണ്. അപ്പോൾ കൊല്ലുന്നതിന് വേണ്ടി മാത്രമായി അയാളൊരു ആയുധം ശേഖരിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവസരത്തിനായി കാത്തു നിൽക്കുകയായിരുന്നു. അതിന് പ്രകോപനമായി ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ തലേ ദിവസം സുധാകരനുമായുള്ളൊരു വാക്കുതർക്കമാണ്. അത് സുധാകരൻ്റെ ഭാര്യയെയാണ് ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുള്ളത് 2019. അപ്പോൾ ഇയാളെ കണ്ടപ്പോൾ താൻ എൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയില്ലേ എന്ന് ചോദിക്കുകയും തുടർന്നുണ്ടായ ഒരു വാക്കുതർക്കവും ഉണ്ടാകുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതൊരു ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രകോപനം എന്ന നിലയ്ക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടായില്ലെങ്കിൽ പോലും ഇയാൾ അത് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് പിന്നീട് വന്ന മൊഴികൾ മനസ്സിലാക്കുന്നത്. കാരണം ഇയാളോടൊപ്പം കോഴിക്കോട് തിരുവമ്പാടി ഇയാളോടൊപ്പം സെക്യൂരിറ്റി ജോലി ചെയ്തുവരുന്ന മണികണ്ഠൻ, അയാൾ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള, നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നൽകിയിട്ടുള്ള മൊഴിയും ഇയാൾ ജോലി ചെയ്യുമ്പോൾ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു. അതായത് എനിക്ക് ഇനിയും ആളുകളെ 2 പേരെ കൂടി കൊല്ലാനുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അയാളോടൊപ്പം ജയിലിൽ കഴിഞ്ഞിരുന്ന ആളുകളുടെ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അവരും പറയുന്നത് ഇത്തരത്തിൽ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പം അയാൾ മനസ്സിൽ കരുതിക്കൂട്ടി തന്നെയാണ് നടന്നിരുന്നത്. അയാൾ ഇവരെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് നടന്നിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പോലീസ് ഇന്നലെ ചോദിച്ചപ്പോൾ എന്തിനാണ് ഈ കൃത്യം ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ ഒരു വാക്ക്, ആ സുധാകരനും അമ്മയ്ക്കും എന്നെ കാണുമ്പോൾ ഒരു ചൊറിച്ചിലാണ് എന്നതാണ് പറയുന്നത്. അപ്പോൾ ഇയാൾ ഇങ്ങനെ ഒരു പകയോടുകൂടി, വൈരാഗ്യത്തോടുകൂടി ഇവരെ എല്ലാം തന്നെ കാണുകയും അത് ഈ സുധാകരൻ്റെ കുടുംബത്തോട് മാത്രമല്ല, തൊട്ടപ്പുറത്തുള്ള അതിൻ്റെ നേരെ ഈ ചെന്താമരയുടെ വീടിൻ്റെ നേരെ എതിർവശത്താണ് പുഷ്പയുടെ വീട്. അവിടെയുള്ള ആളുകളോടെല്ലാം തന്നെ ഇത്തരത്തിൽ പറയുന്നു. ഈ കൊലപാതകം നടന്ന ദിവസം, അന്ന് ഈ കൊല നടക്കുന്നതിന് തൊട്ട് മുമ്പ് കയ്യിലുള്ള കൊടുവാൾ അയാളുടെ ബന്ധുവിനെ തന്നെ ആണ് കാണിക്കുന്നത്. എൻ്റെ കയ്യിലൊരു കൊടുവാളുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നതെല്ലാം. അപ്പോൾ അത്രയേറെ ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അയാളുടെ ഉള്ളിൽ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നുള്ളത് അയാളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ ഇന്നലെ മുതൽ നമ്മൾ കാണുന്നത് ഈ നാട്ടുകാരെല്ലാം വളരെ പ്രകോപിതരാണ്. തിരയാൻ പോകുന്നവരുടെ കയ്യിൽ പോലും കുറുവടിയുണ്ട്, ആയുധങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കയ്യിൽ കിട്ടിയാൽ ആക്രമിക്കും എന്നുള്ളത് ആളുകൾക്കും പോലീസിനും ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ജനശ്രദ്ധ മാറ്റി ഇയാളെ പിടികൂടുന്ന രീതിയിലേക്ക് പോയത്. ഇന്നും അതിനേക്കാൾ കൂടുതൽ റിസ്ക് ഉണ്ടല്ലോ. കാരണം ഇയാളെ കോടതിയിൽ ഹാജരാക്കാൻ പോകണം, DYSP ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. ആ സമയത്തെല്ലാം ഇയാൾക്ക് നേരെ ആളുകളുടെ ഭാഗത്തു നിന്ന് ഉള്ളൊരു അതിക്രമത്തിന് അല്ലെങ്കിൽ അക്രമത്തിനുള്ള സാധ്യതയുണ്ടല്ലോ. അതിനെ നേരിടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ നിലവിൽ പോലീസ്? എപ്പോഴായിരിക്കും കോടതിയിലേക്ക് കൊണ്ടുപോവുക തുടങ്ങിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ലാൽകൃഷ്ണ, ഇന്ന് 11 മണിക്കാണ് പാലക്കാട് SP അജിത് കുമാർ മാധ്യമങ്ങളെ കാണുക. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വിശദാംശങ്ങൾ അദ്ദേഹം മാധ്യമങ്ങളോട് പറയും. അതിനുശേഷം വിശദമായ മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമാന്തരമായി നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ആലത്തൂർ കോടതിയിൽ പ്രതി ചെന്താമരയെ ഹാജരാക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവിടെ നിന്നും കനത്ത സുരക്ഷയിൽ തന്നെയായിരിക്കും കൊണ്ടുപോകുക. അതുകൊണ്ടുകൂടിയാണ് നെന്മാറ സ്റ്റേഷനിൽ നിന്നും ഇന്നലെ രാത്രി നമ്മൾ കണ്ടതാണ്, നെന്മാറ സ്റ്റേഷനിൽ ഒരു കലാപത്തിന് തുല്യമായ
സാഹചര്യം, ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഗേറ്റ് തകർത്ത് ആളുകൾക്ക് മുന്നോട്ട്, അതായത് സ്റ്റേഷനകത്തേക്ക് ആ ഗേറ്റ് തകർത്ത് അകത്തേക്ക് കയറിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് കൂടിയ നാട്ടുകാർ കയറിയിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇയാൾ അത്രയേറെ ഭീതി വിതച്ചുകൊണ്ടാണ് അവിടെ പിന്നെ കഴിഞ്ഞിരുന്നത് എന്നുള്ളതാണ്. ജനങ്ങൾക്ക് ഭീതിയായിരുന്നു. മറ്റൊന്ന്, അതിന് തൊട്ട് മുമ്പ് ഒരു കൂട്ടത്തെരച്ചിൽ നടത്തി. അപ്പോൾ ആളുകളെല്ലാം തന്നെ ഇയാളെ കൈ കിട്ടിയാൽ തല്ലുമെന്ന് പറഞ്ഞ് നടക്കുന്ന വളരെ വൈകാരികമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് അരമണിക്കൂറിനകം തന്നെ ഇയാളെ പിടികൂടി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഉടൻ തന്നെ നാട്ടുകാരെല്ലാം, ആ തെരച്ചിലിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം എല്ലാം തന്നെ നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. ഇയാളെ കാണുന്നതിന് വേണ്ടിയും ഇതിനോട് പ്രതികരിക്കുന്നതിന് വേണ്ടിയും എല്ലാം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അതാണ് അത്രയേറെ ഒരു സംഘർഷ സാഹചര്യം അവിടെ ഉണ്ടാകാനുള്ള ഒരു കാരണം. പോലീസിന് ലാത്തി വീശേണ്ട ഒരു സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായത് അങ്ങനെയാണ്. പിന്നീട് ജനപ്രതിനിധികളെല്ലാം ഇടപെട്ടുകൊണ്ടാണ് ഒരുവിധം അതെല്ലാം അവരെ തിരിച്ച് അയക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് ഈ പ്രതിയെ കൊണ്ടുവന്നതോടുകൂടി തന്നെ ഒരു പകുതി ആശ്വാസം പോലീസിന് ഉണ്ടായിട്ടുണ്ട്. കാരണം നെന്മാറയിൽ നിന്നും മാറി ഇവിടേക്ക് മാറുമ്പോൾ അത്രയധികം ആളുകൾ ഇവിടേക്ക് വരില്ല എന്ന കണക്കൂട്ടൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇനി വന്നാൽ തന്നെ ഇവിടെ നിന്നും തൊട്ട് 2 കിലോമീറ്റർ മാറി, 2 കിലോമീറ്റർ പോലുമില്ല, തൊട്ടടുത്താണ് ആലത്തൂർ കോടതിയുള്ളത്. അവിടേക്ക് പ്രതിയെ എത്തിക്കാൻ കഴിയും. എന്തായാലും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള, കസ്റ്റഡിയിൽ വാങ്ങുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അതിനുള്ള ശ്രമം പോലീസ് നടത്തുക എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. പോലീസിന് മുമ്പിലുള്ളത് ഇയാളെ കോടതിയിൽ ഹാജരാക്കുക മാത്രമല്ല, തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വലിയ ജനരോക്ഷത്തെ നേരിട്ടുകൊണ്ടായിരിക്കണം. അപ്പോൾ അതെല്ലാം വലിയ പ്രശ്നങ്ങളായി മാറാനുള്ള സാധ്യതയും ചില്ലറയല്ല എന്നുള്ളതാണ്.